അതോടുകൂടി അങ്ങ് എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് ആ വീടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പക്ഷേ അവരുടെ സോൾ പർപ്പസ് അതായിരിക്കില്ല. അങ്ങനെ വരുന്നവർക്ക് ആ കുടുംബജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടില്ല. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സോൾ പർപ്പസിലോട്ട് പോകണം. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാറുണ്ട്. അതൊരു ഗൈഡ് ചെയ്ത് അതാണ് ആസ്ട്രോളജിയിലുള്ളൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. നമസ്കാരം. നമസ്കാരം. അലക്സാഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സുനിത വിഷ്ണുപുരമാണ്. പേരിൽ തന്നെ ഒരു വിഷ്ണു ഭക്തയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം തന്നെയാണ് മാമിൻ്റെ സ്ഥലം. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ജ്യോതിഷത്തിൽ ഒരുപാട് പ്രാവീണ്യം നേടിയിട്ടുള്ള, അതായത് ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കൊന്ന് 18-20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതുകൂടാതെ 19 വർഷം അപ്പം വിദേശത്ത് ജോലി ചെയ്തിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന സമയത്തും ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് കൺസൾട്ടേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ താല്പര്യം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ആ ഒരു പ്രായത്തിലൊക്കെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്. ഒരുപാട് പേരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ തിരിച്ച് നമ്മുടെ കേരളത്തിൽ എത്തുകയും ഒരു ജ്യോതിശാലയം തുടങ്ങി, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കൺസൾട്ടേഷനും കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ ഓഫീസായിട്ട് തന്നെ നടത്തി പോരുന്നുണ്ട്. അപ്പം സ്ത്രീകൾ ഈ മേഖലയിൽ എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാളും കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതിൽ പ്രാവീണ്യം നേടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എത്ര മനസ്സിലാക്കിയാലും തീരാത്ത അത്രത്തോളം കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. പിന്നെ നമ്മുടെ അനുഭവങ്ങളാണ് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ചെയ്തു പോരുന്നുണ്ട്. അപ്പോൾ ഈ ജ്യോതിഷം എന്ന് പറയുമ്പോഴത്തേക്കും ഇച്ചിരി മനസ്സിലാക്കാൻ പാടാണ്. എന്ന് വെച്ചാൽ 12 രാശികൾ, അതിൽ വരുന്ന മാറ്റങ്ങൾ, ഒരാളുടെ ജനനസമയം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞ് വരും. അപ്പം ജാതകം മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ജീവിതത്തിലുണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണോ എന്ന് വെച്ചാൽ ഇപ്പം മാമിൻ്റെ എക്സ്പീരിയൻസിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കിയതിൽ വഴി അവരുടെ ജീവിതം മാറ്റിമറിച്ച് അല്ലെങ്കിൽ വലിയൊരു വിജയത്തിലേക്ക് അവരുടെ ജീവിതം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു ജാതക വിധി, ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പൂർവ്വജന്മ കർമ്മഫലങ്ങളുടെ സൂചനയാണ്. അതിൽ ആ വ്യക്തിക്ക് ഒരു പൂർവ്വജന്മ കർമ്മഫലത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തി തന്നെ ആദ്യം വിചാരിക്കണം. അതായത് മനുഷ്യത്വപരമായ ഒരു സമീപനം, മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യനായി ജീവിക്കാനായിട്ട് ആദ്യം നമ്മൾ തയ്യാറാവണം. അപ്പോൾ തന്നെ അതിൽ പകുതി മുക്കാലും ആ ദോഷഫലങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ജ്യോതിഷപരമായിട്ട് നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുന്ന ഉപായം, പിന്നെ പരിശ്രമം, ആത്മവിശ്വാസം, റിയലൈസേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഉപായം എന്ന് പറയുന്നതാണ് റെമഡിയൽ മെഷേഴ്സ്. അതാണ് ഒരു ആസ്ട്രോളജർ പറഞ്ഞു കൊടുക്കുന്നത്. മന്ത്രജപം, ഹോമം, ദാനം, രത്നധാരണം. ഇപ്പോൾ ദാനമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ സിമ്പതി, എമ്പതിയൊക്കെ നമുക്ക് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇപ്പം അതുപോലെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് റേക്കി ഹീലിംഗ് ഒക്കെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം റേക്കി തരുന്നത് ഒരു ഡീപ്പ് റിലാക്സേഷനാണ് തരുന്നത് അല്ലേ? ഒരു ഡീപ്പ് റിലാക്സേഷനാണ് റേക്കി തരുന്നത്. ഇപ്പോൾ വളരെ തീക്ഷ്ണമായ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരാളിൻ്റെ അടുത്ത് നമ്മൾ ഹോമം ചെയ്യൂ, ദാനം ചെയ്യൂ, രക്തധാരണം ചെയ്യൂ എന്നൊക്കെ പറയുന്നേക്കാളും എത്രയും നല്ലൊരു കാര്യം റേക്കി ചെയ്യാൻ പറയുന്നത് വളരെ സെൽഫ് ഹീൽ ചെയ്യാൻ അവനവൻ തന്നെ സെൽഫ് ഹീൽ ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് റൂട്ട് ചക്ര ബ്ലോക്ക് വരുന്ന ആൾക്കാർ. സാമ്പത്തികമായിട്ട് ഇപ്പം സ്ത്രീകളാണെങ്കിൽ അവർക്ക് യൂട്രസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം, ബ്ലീഡിങ് ഉണ്ടാവാം, അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് അവിടെ ഉണ്ടാവാം. അതുപോലെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ഇമോഷണലി അവർ ബാലൻസ്ഡ് ആയിരിക്കില്ല. ഇങ്ങനെ ധാരാളം പ്രോബ്ലംസ് ഈ റൂട്ട് ചക്ര ബ്ലോക്ക് കൊണ്ടുണ്ട്. അപ്പം അതിനെല്ലാം ഒരു നല്ലൊരു ഹീലിംഗ് മൊഡാലിറ്റിയാണ് റേക്കി എന്ന് പറയാൻ പറ്റും. റൂട്ട് ചക്ര ബ്ലോക്കിനൊക്കെ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യാറ് റേക്കിയാണ്. ഈ റൂട്ട് ചക്ര ബ്ലോക്ക് വരുന്ന ആൾക്കാർക്ക് അത് ഹൊറോസ്കോപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും. അല്ലാതെ അവർ സ്കാൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഹൊറോസ്കോപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഹൊറോസ്കോപ്പ് നോക്കുമ്പോൾ ഈ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മാനസികമായിട്ട് കുറച്ച് എന്താ പറയുന്നത് താഴ്ന്നു നിൽക്കുകയാണ്, അതായത് എനർജി ലെവൽ താഴ്ന്നു നിൽക്കുകയാണ്, പലപ്പോഴും കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു സ്വയം പരിശ്രമമില്ല എന്നൊക്കെ ഉള്ള തോന്നൽ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവും. അതായത് മൂൺ ഷേപ്സ് യുവർ മൂഡ്സ് ആൻഡ് ഇമോഷൻസ്, മെർക്കുറി ഷേപ്സ് യുവർ വ്യൂസ് ആൻഡ് ഒപ്പീനിയൻ എന്നാണ് പറയുന്നത്. അപ്പം 5ാം ഭാവം, 5ാം ഭാവാധിപതി, കാരകനായ ഗ്രഹം, ഇതെല്ലാം നോക്കുമ്പോൾ അതുപോലെ ലഗ്നമാണല്ലോ ആ പേഴ്സണാലിറ്റി, പേഴ്സൺസ് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ലഗ്നമാണ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെക്കുറിച്ചുള്ളൊരു സ്ട്രക്ചർ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുമല്ലോ. ഇപ്പോൾ
ഒരു സൈക്കോളജിയിലായാലും നമുക്കത് കിട്ടണം എന്നില്ല. ഇപ്പം അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ല. പക്ഷെ അതേസമയം ആസ്ട്രോളജിയിൽ അതുണ്ട്. അവരുടെ ഇമോഷൻ പറയുന്നത് ശാസ്ത്രീയമല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ഇത് ശാസ്ത്രീയമാണ്, അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഇത് തീർച്ചയായും ശാസ്ത്രീയമായിട്ടുള്ള ഇപ്പം വേദിക്കിൻ്റെ 6 അംഗങ്ങളിൽ ഒരംഗമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അതിൽ കണ്ണാണ് ജ്യോതിഷം. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ജ്യോതിഷം. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു ജന്മം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമേ അല്ല ജ്യോതിഷം. അപ്പം ആ ജ്യോതിഷം പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനായിട്ട് കഴിയും. അത് മനസ്സിനെ, അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ പറയുന്നതല്ല അവർ അഡ്മിറ്റ് ചെയ്യണം. എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയണേ. ഇപ്പോൾ അവർക്ക് പ്രശ്നമുണ്ട്, അവർക്ക് പ്രശ്നം ഇല്ലാതിരിക്കുക, അങ്ങനെയല്ല. അവർക്ക് എന്നെ റിയലൈസ് ചെയ്യണം അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർ തന്നെ പറയണം എനിക്ക് ഇന്നൊരു പ്രശ്നം കൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറയണം. അപ്പോൾ അതിലാണ് ഒരു ആസ്ട്രോളജറിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഗ്രഹം നോക്കുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും ഇങ്ങനൊരു ജ്യോതിഷപരമായിട്ടുള്ള കൺസൾട്ടേഷൻ നടത്തുന്നവർക്ക് പൊതുവേ ഒരു ആത്മവിശ്വാസ കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്നുവെച്ചാൽ അവർക്ക് ഈ പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ ഇമോഷണലി ബാലൻസ്ഡ് ആവാത്ത ആൾക്കാരാണ് കൂടുതലും വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇമോഷണലി നമ്മൾ ബലമുള്ളവരാണ്, അത് ബൗണ്ടറി ഇടാൻ പറ്റാതെ എനിക്ക് പൊതുവേ അങ്ങനെ ഒരു പ്രശ്നമുള്ള മറ്റുള്ള ആശ്രയിക്കേണ്ടി വരിക. ഇല്ല നമ്മുടെ ഒരു സോൾ പർപ്പസ്, ഇപ്പം ഞാൻ പറയല്ലോ, നമ്മുടെ ഒരു സോൾ പർപ്പസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ സോൾ പർപ്പസ് ഉണ്ടായിരിക്കും. അപ്പോൾ മാഡത്തിന് ഒരു സോൾ പർപ്പസ് ഉണ്ടായിരിക്കും, എനിക്കൊരു സോൾ പർപ്പസ് ഉണ്ടായിരിക്കും. അപ്പം എനിക്ക് ഈ ജോലിയാണ് എൻ്റെ സോൾ പർപ്പസ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു ഭയമോ ഉൾക്കൊണ്ടോ ഒരു കൺസൾട്ടേഷൻ, ഇന്നലെ നടന്ന കൺസൾട്ടേഷൻ്റെ ആ ആൾക്കാരുടെ പ്രോബ്ലം ഇന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം കോള് കട്ടായി കഴിയുമ്പോൾ ഞാൻ അതൊന്ന് കട്ടായി പോവുകയാണ് ഇന്ന്. അത് ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഓർത്ത് വെക്കുകയല്ല. അങ്ങനെ ഓർത്ത് വെച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അവരെ ഇമോഷൻസ് എൻ്റെ ഇമോഷൻ ആണെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർക്കാണ് ആ പ്രോബ്ലം വരുന്നത്. അങ്ങനെ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ മെഷേഴ്സാണ് എടുക്കാറുള്ളത്? അത് എനിക്ക് റേഖി ചെയ്തതിന് ശേഷമാണ് അങ്ങനെ കൂടുതൽ അത് ബൗണ്ടറി ഇടാൻ, നല്ലതായിട്ട് ബൗണ്ടറി ഇട്ടാണ്. ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാൻ. ഡിറ്റാച്ച്ഡ് അങ്ങനെയല്ല, അവർ ആ കോൾ വയ്ക്കുന്ന അത്രയും സമയം വരെ അവരോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നമ്മൾ നിൽക്കണം. അവരുടെ പ്രോബ്ലംസ് നമ്മൾ കേൾക്കണം, അല്ലാതെ നമ്മൾ അങ്ങോട്ട് പറയുകയല്ല ചെയ്യേണ്ട. അവരൊരു പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാളിനെ അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അവരോടും നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കണം. അവരുടെ റിയൽ ഇഷ്യൂ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്കതിനകത്തൊരു റെമഡി പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. ഒരു 1 hour 1.5 hour നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവണം. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് അതിനകത്തൊരു റെമഡി പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അവരുടെ പ്രോബ്ലം നമ്മളെ കയറി അറ്റാക്ക് ചെയ്യൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഇത് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യാൻ വേണം. ചിലർ അക്സെപ്റ്റ് ചെയ്യാതെ എനിക്ക് അങ്ങനൊന്നും ഇല്ല, മാം പറയുന്ന പോലെ ഇങ്ങനെയല്ല, അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ തിരിച്ച് തർക്കിക്കുന്നവരുണ്ടാവുമോ? അങ്ങനെയില്ല, അങ്ങനെ ഉണ്ടാവാറില്ല. അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു ദൈവം സഹായിച്ച് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. അല്ലെങ്കിൽ 1.5 മണിക്കൂർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ നിർത്താതെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അല്ല, അത് അവർ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ടൈം പറയുന്നുണ്ടെങ്കിലും ചിലപ്പം 2 മണിക്കൂർ 2.5 മണിക്കൂറും ഒക്കെ സംസാരിച്ച ഉണ്ട്. കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണല്ലോ എന്നെ വിളിക്കുന്നത് അല്ലേ. അവിടെ ഒരു ടൈം അങ്ങനെ വെക്കുന്നത് ഒരു ശരിയായ വിഷയമല്ല. അപ്പോൾ ഈ പറയുന്ന പരിഹാരങ്ങളൊക്കെ എനിക്കിത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ചിലപ്പം വീട്ടുകാരെല്ലാവരും അറിഞ്ഞുകൊണ്ടായിരിക്കണമില്ല, അപ്പം ചിലപ്പോൾ താല്പര്യപ്പെടാത്തവരുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഒരു പരിഹാരം ചെയ്ത് അല്ലെ അറിയാതെ ചെയ്ത് പോരണം, അല്ലെങ്കിൽ ഇതല്ലാതെ മറ്റൊരു പരിഹാരമുണ്ടോ? ഇങ്ങനെയല്ലാതെ ചിലപ്പോൾ ഇത്ര ദൂരം പോയി ഒരു പ്രാർത്ഥന. അത് ഇന്നിപ്പോൾ ഓൺലൈനായിട്ടുള്ള ഇത് ക്ഷേത്രങ്ങളിലെല്ലാം വെബ്സൈറ്റ് ഉണ്ട്, ഓൺലൈനായിട്ട് റെമഡീസ് അങ്ങനെ വെബ്സൈറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോൾ ഞാൻ പുറത്തിരുന്ന സമയത്ത് ഇപ്പോൾ ഞാനും ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഓൺലൈനായിട്ടുള്ള വെബ്സൈറ്റ് വഴിയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ പ്രശസ്തമായ എല്ലാ അമ്പലങ്ങളിലും വെബ്സൈറ്റ് ഉണ്ടല്ലോ. ഓൺലൈൻ വഴിപാട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ മാറ്റം വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ അമ്പലത്തിൽ കൃത്യമായിട്ട് ചെയ്യുന്ന അമ്പലങ്ങളുണ്ട്. നാട്ടുകാൽ ഭഗവതി ക്ഷേത്രമൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന അമ്പലങ്ങൾ. അതിന് വേണ്ടി തന്നെ സ്റ്റാഫ് ഉണ്ട് അവർക്ക്, ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. ഇപ്പം നമ്മൾ ഗ്രഹനില നോക്കി കഴിയുമ്പോൾ നമ്മുടെ സോൾ പേർപ്പസ് എന്താണെന്ന് ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ സോൾ പേർപ്പസ് എന്താണെന്ന് ചോദിക്കുന്നവരോട് ഇപ്പോൾ അവരുടെ പ്രൊഫഷൻ പരമായിട്ടാണോ പറഞ്ഞു കൊടുക്കുന്നത്, മൊത്തത്തിലുള്ള ജീവിതത്തിന്റെ? അങ്ങനെയല്ല, സോൾ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം സൂര്യൻ ആത്മകാരകനാണ്. മാത്രമല്ല നമ്മുടെ ജാതകത്തിൽ ഏറ്റവും അധികം കൂടുതൽ സഞ്ചരിച്ച ഗ്രഹം ഏതാണോ ആ ഗ്രഹമാണ് ആത്മകാരക ഗ്രഹം എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ സോൾ പർപ്പസ് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ആത്മകാരക ഗ്രഹം 1 തൊട്ട് 12 രാശിയിൽ ഏത് രാശിയിൽ വേണോ നിൽക്കാം. അതിൽ കർമ്മഭാവത്തിലാണ് ഒരു വ്യക്തിയുടെ ആത്മകാരക ഗ്രഹം നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആ വ്യക്തി കർമ്മ മേഖലയിലായിരിക്കും.
അതും ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു കർമ്മരംഗത്തായിരിക്കും. ഇപ്പോൾ സൂര്യനാണ് കർമ്മഭാവത്തിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, കർമ്മഭാവത്തിൽ ആത്മകാരകനായ ഗ്രഹം നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു മാനേജറിയൽ ലെവലിലോ അല്ലെങ്കിൽ ഒരു ഹീലിംഗുമായിട്ട് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹയർ പൊസിഷനിലോ ഇരിക്കേണ്ട വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ തന്നെ അവനവനെ തന്നെ കൂടുതൽ അന്വേഷിക്കുന്ന വ്യക്തിയായിരിക്കും. അങ്ങനെ ഒരു രീതിയാണ്. അപ്പോൾ ഓരോ ഗ്രഹത്തിനും ഓരോ ഭാവത്തിനും വ്യത്യസ്തമായ ഫലങ്ങളുണ്ട് അതിനകത്ത്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നമ്മൾ അതാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ റിയലൈസേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ഇത് പരിഹാരം എന്ന് പറയുന്നത് എപ്പോഴും ഈ ഹോമം ദാനം രത്നധാരണം മാത്രമൊന്നുമല്ല പരിഹാരം എന്ന് പറയുന്നത്. നമ്മുടെ ഹാർഡ് വർക്ക് അല്ലേ, പരിശ്രമം. നമ്മൾ എന്താണ് ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ജോലി കിട്ടാൻ യോഗമുണ്ട്, ഇപ്പോൾ ജോലി കിട്ടാനുള്ള യോഗമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കയ്യും കെട്ടി നോക്കിയിരുന്നതുകൊണ്ട് ജോലി കിട്ടുമോ? ഇല്ലേ. അവിടെ നമ്മൾ അതിന് വേണ്ടി പരിശ്രമിക്കണം. ഇല്ല. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 10 കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒന്നായി മാറാനുള്ള സാധ്യത എനിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജോലി കിട്ടും എന്ന് പറയാനുള്ള കാരണം അല്ലേ നമ്മുടെ മേഖലയിൽ. അതിപ്പോൾ ജോലി ഇപ്പോൾ കിട്ടാൻ പ്രയാസമാണ് എന്നുള്ള ആളിന് ജോലി, അപ്പോൾ ആളിന് ജോലി ഇല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. പരിശ്രമം ആവശ്യമാണെന്ന് പറഞ്ഞാൽ അവർ അതിനുവേണ്ടി പരിശ്രമിക്കുക തന്നെ വേണം. അല്ലാതെ ഈ ജ്യോതിഷന്റെ കയ്യിലല്ല ഇരിക്കണം എല്ലാ പരിഹാരങ്ങളും. അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുക. അതൊരു വഴികാട്ടിയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ പരിഹാരങ്ങളും ഇരിക്കുന്ന ഒരു ഷോപ്പല്ല ആസ്ട്രോളജർ എന്ന് പറയുന്നത്. ആ ഷോപ്പിന്റെ ഓണർ അല്ല ആസ്ട്രോളജർ. അവിടെ അതൊരു ഗൈഡൻസ് കൊടുക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് പേരും ഈ ജ്യോതിഷപരമായിട്ട് അന്വേഷിക്കാൻ വിളിക്കുന്നവർ ഒരിക്കലും അവരവരുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊന്നും വിചാരിക്കാൻ മറ്റൊരാളിൽ പഴിചേരാനായിട്ട് സ്ഥലത്തിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ വീടിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങളുടെ കുഴപ്പമാണ്, കൂട്ടുകാരുടെ കുഴപ്പമാണ്, തന്റെ കുഴപ്പമല്ല, താൻ പരിശ്രമിക്കാത്തതിന്റെ കുഴപ്പമല്ല, മറ്റുള്ളവരിൽ പഴിചാരുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ ഒട്ടും എന്റർടൈൻ ചെയ്യാറുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഇപ്പം ആരെങ്കിലും കൂടോത്രം ചെയ്ത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എക്സ്ക്യൂസസ് ആണത്. അതായത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നോ നമുക്ക് ഒളിച്ചോടാനായിട്ടുള്ള ഒരു മറ്റുള്ളവരെ വഴിയാടി. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? കൂടുതൽ ശത്രുത ഉണ്ടാവും, കൂടുതൽ നമ്മുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഭീകരമായിട്ട് നമ്മൾ തന്നെ അങ്ങ് ചിന്തിക്കുകയാണ്. ആ ഒരു നെഗറ്റിവിറ്റിയാണ് നമ്മൾ മനസ്സിനകത്ത് കൊണ്ടുവരുന്നത്. അത് ഞാൻ ഒട്ടും എൻ്റർടൈൻ ചെയ്യാറില്ല. അതിൻ്റെ യഥാർത്ഥ കാരണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ജ്യോതിഷം നോക്കുന്നൊരു വ്യക്തി നിലയിൽ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ വാസ്തുപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ കൂടോത്രം, ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്? അത് ഒരു പരിധി വരെ ഇല്ല. ചിലപ്പോൾ നമ്മുടെ മഹാദശയിലോ നമുക്ക് താൽക്കാലികമായിട്ട് വരുന്ന ബ്ലോക്കുകളോ അതികഠിനമായ ബ്ലോക്കുകളോ ഒക്കെ ആയിരിക്കാം. അത് നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലത്തിൻ്റെ ദോഷഫലങ്ങളാണ്. അത് നമ്മൾ തന്നെ മാറ്റിയെടുക്കേണ്ടതാണ്. നമ്മൾ മനസ്സാ വാചാ കർമ്മണ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാതെയും ഉള്ളൊരു പരിശ്രമം നമുക്കുണ്ടാവണം. അതാണ് ഇപ്പോൾ ബൗണ്ടറി ഫിക്സ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്തൊരു വിഷയത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇപ്പം ഇത് ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? കൂടുതൽ അന്ധമായ വിശ്വാസങ്ങളിലോട്ടല്ലല്ലോ പോകുന്നത്, റിയാലിറ്റിയിലോട്ടല്ലേ വരേണ്ടത്. അപ്പോൾ ആ റിയാലിറ്റിയാണ് ഒരാളിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പിന്നെ ചിലത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്, അത് ഉണ്ട്. അതെല്ലാം അങ്ങനെ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പം കേതുർദശാ കാലഘട്ടം വന്നു, ഇപ്പം 7ാം ഭാവത്തിൽ കേതു നിൽക്കുന്നു, അതിൻ്റെ മഹാദശാ കാലഘട്ടം വന്നു, അത് വളരെ മോശമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവിടെ ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. അത് വേറൊരാൾ കാരണമാണ്, അല്ലെങ്കിൽ വേറൊരാൾ അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടാണ്, അതല്ല, അതൊരു റിയാലിറ്റി അല്ല. ഈ സമയത്ത് നമ്മളവിടെ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പോകരുത്, ഇമോഷണലായിട്ട് ചിന്തിക്കാൻ പോകരുത്. മനസ്സിലായോ? ഇമോഷണലായിട്ട് ചിന്തിക്കാതെ അവിടെ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള അതായത് നേരത്തെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേതുദശ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തൊരു വിഷയത്തിലോട്ട് നമ്മളിപ്പോൾ ഒരു ജോലിയിൽ തന്നെ കയറാൻ ഒരു പ്രൊബേഷണറി പീരീഡ് ഉണ്ടായിരിക്കും അല്ലേ, ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇതിന് എല്ലാ കാര്യത്തിനും ഇതിപ്പോൾ ദൈവം ബുധദശ കഴിഞ്ഞിട്ട് നേരെ ശുക്രദശ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരികളായിരിക്കും നമ്മൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുമ്പായിട്ടൊരു ട്രെയിനിങ് ടൈം തരും. അതാണ് കേതുർദശ കാലഘട്ടം. നമ്മൾ ഈ പല കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകും. നമ്മൾ സ്വപ്നം കണ്ട പലതും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമായിരിക്കും. നമ്മൾ ഇമോഷണലി ഒരുപാട് വീക്ക് ആവുമായിരിക്കും. പക്ഷേ ആ പോയിന്റിൽ നമ്മൾ ബാക്കിലോട്ട് വലിയാതെ നമ്മൾ ഫ്രണ്ടിലോട്ട് ആ റിയാലിറ്റി ഉൾക്കൊണ്ട് നമ്മൾ പറയുന്ന നമ്മുടെ ഇമോഷൻസ് മറ്റൊരാളും മനസ്സിലാക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു, ബുധദശ കാലഘട്ടത്തിലെ കൺസൾട്ടേഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം, ഇന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയാണ്, നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും.
പക്ഷെ നിങ്ങൾ കുറച്ച് പേഷ്യൻസോട് കൂടി നിൽക്കണം എന്ന് ആദ്യം പറയും. പിന്നെ അതിനുള്ള റെമഡീസും, പിന്നെ എപ്പോഴും നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചിട്ടും ആൾക്കാർ അങ്ങനെ ഒരു നിർവികാരമായിട്ട് നിൽക്കത്തില്ല. അല്ല, ആ സിറ്റുവേഷൻ അനുസരിച്ച് റിയാക്ട് ചെയ്യും. അതിപ്പോൾ ഞാനായാലും റിയാക്ട് ചെയ്യും. ചിലരോട് ഇപ്പോൾ ഇത് പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഒരു മോശ സമയമാണ്, അപ്പോൾ അതൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് ഇപ്പോഴും ഇന്ന പ്രശ്നം ആരാണ്ടോ എനിക്ക് പ്രശ്നം തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് അങ്ങനെ എന്തായാലും കാണും, അല്ലെ പിന്നെ ഞാൻ ഇത്ര പ്രശ്നത്തിൽ കൂടെ പോകത്തില്ല എന്ന് ചിന്തിച്ച് വീണ്ടും അടുത്തൊരു ജോലിസ്ഥലത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ. അതൊരു സൈക്കോളജിക്കലായിട്ട്, അതായത് അവിടെയാണ് ആസ്ട്രോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്നത്. അവർ സൈക്കോളജിക്കലായിട്ട് അവർ പറയുന്ന കാര്യം ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക്. ഇത് കേട്ടോണ്ടിരിക്കുന്നവരെന്ത് ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ചില വിഷയങ്ങളിൽ. അതുപോലെ തന്നെയാണ് പലപ്പോഴും ജാതകമൊക്കെ നോക്കിയിട്ടാണ് വിവാഹം കഴിപ്പിക്കുന്നത്. പക്ഷേ എത്രയോ കല്യാണങ്ങൾ അടുത്ത ദിവസം തന്നെ പിരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ജാതകമൊക്കെ നോക്കിയിട്ടും ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതൊരു ചോദ്യമാണ്. അതെ, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൽ പല ജാതകങ്ങളിലും ഡിവോഴ്സ് ഇൻഡിക്കേഷൻസ് കാണും. ഇതിപ്പം നമ്മൾ കൂടുതലും ചൊവ്വാദോഷത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ഉള്ളത്. ചൊവ്വാദോഷം പാപസാമ്യമുണ്ടോ പൊരുത്തമുണ്ടോ ഇത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഹൊറോസ്കോപ്പ്, 2 ഹൊറോസ്കോപ്പുകൾ തമ്മിലുള്ള മാച്ചിങ് പലരും നോക്കാറില്ല. ആർക്കും താല്പര്യമുള്ള, പാരൻസിനായാലും താല്പര്യമില്ല അത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് മക്കളുടെ വിവാഹം ഒരുപാട് ലേറ്റായി പോകും എന്നൊക്കെ ഉള്ളത്. കാരണം നമ്മൾ അത്രയും നോക്കി എടുക്കാനുള്ളൊരു ക്ഷമയില്ലായ്മയാണ് പലപ്പോഴും അതിലുള്ളത്. പിന്നെ 2 എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഈ ജാതക പൊരുത്തം എന്ന് പറയുന്നൊരു ഘടകം 2 പേർക്കും ഈക്വലി ഈ ഡിവോഴ്സ് ഇൻഡിക്കേഷൻ ഉള്ളതാണെങ്കിൽ അത് ഡിവോഴ്സ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലർക്ക് 2ാം വിവാഹം പറഞ്ഞിട്ടുണ്ടാവും. അതന്നെ, ഈ 2 വിവാഹം യോഗം ഉള്ള ആൾക്കാരില്ലേ, ഡിവോഴ്സ് ഇൻഡിക്കേഷൻസ് ഉള്ള 2 ഹൊറോസ്കോപ്പുകൾ തമ്മിൽ ചേർക്കുകയാണെങ്കിൽ ഒരാളിന് ഡിവോഴ്സ് ഇൻഡിക്കേഷൻ ഉണ്ട്, മറ്റേ ആളിന് ഡിവോഴ്സ് ഇൻഡിക്കേഷൻ ഇല്ല, ഓക്കെ, അത് തമ്മിൽ ചേർക്കാം. 2 ഹൊറോസ്കോപ്പുകളിലും ഡിവോഴ്സ് ഇൻഡിക്കേഷൻ ഉള്ളതാണെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ 2 നമ്മൾ ഇന്നും സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഈ ജാതക പൊരുത്തത്തിൽ മാത്രമാണ്. അത് രണ്ടാമത് ഈ പൊരുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗ് അവർക്ക് ആവശ്യമാണ്. കാരണം അവരെ ഒരു ബട്ടർഫ്ലൈ പോലെ നിൽക്കുന്ന ഒരു പ്രായത്തിൽ നിന്നാണ് അവർ ഇത്രയും അധികം റെസ്പോൺസിബിലിറ്റിയിലോട്ട് പോകുന്നത് അല്ലേ. അത് പെൺകുട്ടികളാണെങ്കിൽ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി അവർ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം വെളി കാണുന്ന അത്രയും ഭംഗി ഇതിനകത്ത് ഇല്ല എന്നും അല്ലേ, അതിനകത്ത് ഒരുപാട് റിയാലിറ്റി അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്നും ഒക്കെ ഉള്ള ഒരു കൗൺസിലിംഗ്. ഇപ്പം ക്രിസ്ത്യൻസ് കൗൺസിലിംഗ് ആണ് കൊടുക്കുന്നത്. അവരാരും വിവാഹം കഴിച്ച് ജീവിക്കുന്നില്ലേ, ഉണ്ട്. അവിടെ കൗൺസിലിംഗ് ആവശ്യമാണ്. പക്ഷെ അതൊന്നും നമ്മൾ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒരുപാട് രീതിയിൽ കണ്ടിട്ടുണ്ട്. ചില വിവാഹത്തിന് ശേഷം ചിലപ്പോൾ ആദ്യമൊന്നും കുഴപ്പം കാണില്ല, ചിലപ്പോൾ ഒരു ജോലിയായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഒരുമിച്ചല്ല താമസിക്കുക, ഇപ്പോൾ 2 സ്ഥലങ്ങളിലായിരിക്കും താമസിക്കുന്നത്. അപ്പം പൊതുവേ പിരിഞ്ഞു പോലുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ അതിൽ വീട്ടുകാരും കൂടെ ഇടപെട്ട് അവരെ അകറ്റുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. ഒരുപാട് ജോലി ചെയ്യുന്ന, ഇപ്പം സ്ത്രീകൾ ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ആൾക്കാരാണല്ലോ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച്. അങ്ങനെ 2 നിൽക്കുമ്പോൾ അവർ ജോലി തിരക്കുകളിലായി കഴിയുമ്പോൾ കുടുംബം നോക്കാൻ പറ്റാണ്ടെയോ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവാതെയൊക്കെ വന്നിട്ട് അതിൽ വീട്ടുകാരും കൂടെ ഇടപെട്ടിട്ട് അവരെ പിരിക്കുന്ന രീതിയും കണ്ടിട്ടുണ്ട്. അപ്പം ജാതകത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അല്ല, അത് പ്രാക്ടിക്കൽ ആവണം. അതായത് ആ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ 2 വ്യക്തികൾക്ക് മാത്രമല്ല കുടുംബത്തിലുള്ളവർക്ക് കൂടെ കൗൺസിലിംഗ് കൊടുക്കണം. അതായത് എവിടെയൊക്കെയാണ് ഇപ്പം ഈ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ, ഇപ്പം അച്ഛനമ്മമാരെ തന്നെ ഇടപെടുന്നത്, ആവശ്യമില്ലാത്ത ഇടപെടലുകൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം അത് ഇവർക്ക് എല്ലാവർക്കും ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൗണ്ടറി ഉണ്ട് ഏതൊരു വിഷയത്തിലായാലും ഇല്ലേ. ഒരു കുടുംബമായിട്ട് നമ്മൾ മാറുമ്പോഴത്തേക്ക് അതിനകത്ത് ചില ബൗണ്ടറി ഉണ്ട്. അത് ബൗണ്ടറി ഫിക്സ് ചെയ്യാൻ ഇവർ തയ്യാറാവണം. അപ്പൊ അതിനൊരു കൗൺസിലിങ്ങിലൂടെ അല്ലേ നടക്കുള്ളൂ, അല്ല ജാതക പൊരുത്തം കൊണ്ട് മാത്രമേ ജോലിസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. പലപ്പോഴും അങ്ങനെ അതായത് പറഞ്ഞ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വേണം. അതിപ്പം പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മുടെ അമ്മൂമ്മയുടെ കാലഘട്ടത്തിൽ നടക്കും ഈ കാര്യം. ജാതക പൊരുത്തം മാത്രം നോക്കി കല്യാണം കഴിപ്പിച്ചാൽ അവരവിടെ നിൽക്കുമായിരിക്കും ഇല്ലേ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എല്ലാവർക്കും, അന്നൊക്കെ സ്ത്രീകൾ ജോലി ചെയ്യാത്തവരായിരിക്കാം, ഇന്ന് നമ്മൾ ഈക്വലി 2 പേരും ഒന്നുപോലത്തെ റെസ്പോൺസിബിലിറ്റി കുറച്ച് കൂടുതൽ സ്ത്രീകൾ എടുക്കുന്നുണ്ടാവാം റെസ്പോൺസിബിലിറ്റീസ്. അപ്പം നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഒരു സമാധാനമുള്ള ഒരു മനസമാധാനം, ഒരു പീസ് ഓഫ് മൈൻഡ് വേണം. അവിടെ കുടുംബജീവിതത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, സ്ട്രെസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ജോലി ഇതും കൂടെ കൊണ്ടുപോകും? കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ആദ്യമേ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പരിഹരിക്കാൻ നടക്കുന്നേക്കാളും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കൗൺസിലിംഗ് വേണം. അത് പാരൻസിനും വേണം, അതുപോലെ ഈ 2 വ്യക്തികൾക്കും വേണം. അതുപോലെ ചിലപ്പോൾ ജാതകം നോക്കിയിട്ട് പറയും ഇപ്പം കല്യാണം കഴിക്കാനുള്ള സമയമല്ല, അല്ലെങ്കിൽ ഈ വ്യക്തി കുറച്ചുകൂടെ ഒരു പ്രായമാട്ടെ, 30 കഴിയട്ടെ, 35 കഴിയട്ടെ, ചിലപ്പോൾ ലേറ്റ് മാരേജ് ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ജീവിക്കാനായിരിക്കും ചിലപ്പോൾ അവരുടെ വിധി. അങ്ങനെയൊക്കെ ഉള്ള ജാതകങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഒരുപാട്?
ഉണ്ട് ലേറ്റ് മാരേജ്. പക്ഷെ അത് ആരും ഉൾക്കൊള്ളത്തില്ല. അത് അങ്ങനെ പ്രയാസം മറികടന്ന് അപ്പൊ അവര് കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പിന്നെ അതിനകത്ത് ഇപ്പം അവർക്കിപ്പം മഹാദശയാണ്, അതിനകത്ത് ചില ഓപ്ഷൻസ് ഉണ്ട്. അതിനെ ഖണ്ഡിക്കാനുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളിന് മഹാദശ ദോഷമാണ്, അവർക്ക് ആ സമയത്ത് വിവാഹം പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനെ ആ മഹാദശയെ ഖണ്ഡിക്കാൻ പറ്റുന്നൊരു മഹാദശ വരുന്ന വ്യക്തിക്കുണ്ടെങ്കിൽ, സ്പൗസിനുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഖണ്ഡിക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ റെമഡിയൽ മെഷേഴ്സും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഖണ്ഡിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ചിലരുടെ ജാതകമൊക്കെ നോക്കിയിട്ട് ഇപ്പം പ്രൊഫഷൻ തന്നെ ആയിക്കോട്ടെ, ഇപ്പം അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ മെഡിസിൻ ആയിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അവർക്ക് പറ്റിയതായിരിക്കില്ല പ്രൊഫഷൻ. അവർ ചിലപ്പോൾ വേറെ മീഡിയയോ വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പം അഭിനയമോ വേറെ ഏതെങ്കിലും കലാപരമായിട്ടൊക്കെ ആവാം, പക്ഷെ വീട്ടുകാർ നിർബന്ധപൂർവ്വമായിരിക്കും അവർ അതിലേക്ക് കടന്നു വന്നത്. അപ്പം അങ്ങനെ അതിൽ വന്നു കഴിഞ്ഞാൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ അവരുടെ ആ സോൾ പർപ്പസ് എത്താണ്ടായി പോവുക. വന്നിട്ട് അതിന് മാറിപ്പോയി അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അങ്ങനെ അല്ലെ മാറി മറ്റേ രീതിയിലൂടെ ഒന്ന് ശ്രമിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഇതിന്ന് അതായത് ഇപ്പം ചില ആൾക്കാരെ വിവാഹം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ചില ആൾക്കാർ വിവാഹം കഴിഞ്ഞിട്ട് നല്ല പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും, അതോടുകൂടി അങ്ങ് എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് ആ വീടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പക്ഷേ അവരുടെ സോൾ പർപ്പസ് അതായിരിക്കില്ല. അങ്ങനെ വരുന്നവർക്ക് ആ കുടുംബജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടില്ല. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സോൾ പർപ്പസിലോട്ട് പോകണം. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാറുണ്ട്. അതൊരു ഗൈഡ് ചെയ്ത്, അതാണ് ആസ്ട്രോളജിയിലുള്ളൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവർക്ക് ധൈര്യം കൊടുക്കേണ്ടി വരും. വെച്ചാൽ അവർക്ക് അതിൽ തോന്നലുകളുണ്ട്, ഈ പ്രായത്തിൽ ഇനി ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൽ വിജയിക്കാൻ പറ്റുമോ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്ത വരുമല്ലോ. എന്നുവെച്ചാൽ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ അഗെയിൻ അവർ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും ചെയ്യും. എല്ലാവരും എത്ര പ്രായമുള്ളവരാണെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലേ? പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ഇന്നത്തെ സമയത്ത് അത്രയും വലിയ പ്രശ്നം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഒരു ജാതകം നോക്കി കഴിയുമ്പോഴേ നമ്മളിപ്പോൾ എത്രയും 27 നാളുകളല്ലേ ഉള്ളത്. അതിൽ ഏത് നാളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാൾ കേട്ട് കഴിഞ്ഞാൽ ഈ നാളാണോ, അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം കാണും. അതല്ലെങ്കിൽ ഏറ്റവും മോശമായ നാളെന്നോ ഏറ്റവും നല്ല നാളെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റും. ഇപ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ചിത്തിര എന്ന് പറയുന്ന നാളാണെങ്കിൽ അത് സ്ത്രീക്കാണ് നല്ലത്, പുരുഷൻ അത്രയും നല്ലതല്ല. ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ സിസേറിയൻ ഒരുപാട് സർജറി നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഡോക്ടർ തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ വേണേൽ ഡേറ്റ് ഫിക്സ് ചെയ്തോ, അപ്പോൾ നാളെ നോക്കിയിട്ടേ അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് വേണമെങ്കിൽ നോക്കാം. അപ്പം ജെൻഡർ അറിഞ്ഞാൽ ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ഈ നാളിൽ ജനിപ്പിക്കാം, പെൺകുട്ടി അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അത് ഈ കുതിരയുടെ കാല് മാത്രം കണ്ടിട്ട് കുതിരയാണോ കഴുതയാണോ എന്ന് പറയുന്ന പോലെയുള്ളൊരു രീതിയാണ്. എന്താണ്, നക്ഷത്രം മാത്രം കേട്ടിട്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ പൂരമാണെങ്കിലല്ലേ പുരുഷനും അങ്ങനെ ഇല്ല. അതായത് ഒരു ജാതകത്തിൽ ഇതൊരു ഡിഫറെൻറ്റ് ഹൊറോസ്കോപ്പ്, ഡിഫറെൻറ്റ് പ്ലാനറ്ററി പൊസിഷൻ, ഡിഫറെൻറ്റ് ജനറ്റിക് ഇൻഫ്ലുവൻസ്, എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ്, ഇതാണ് ഒരു വ്യക്തിയെ നല്ലതായിട്ടും ചീത്തയായിട്ടും കൊണ്ടുപോകുന്ന വിഷയങ്ങൾ. നല്ല ഹൊറോസ്കോപ്പാണ്, നല്ല എൻവയോൺമെൻ്റ് അല്ല, നല്ല ബയോളജിക്കൽ ഫാക്ടേഴ്സ് അല്ല എന്നുണ്ടെങ്കിലോ ഇല്ലേ? അതേസമയം അവർക്ക് ഒരു നല്ല പ്ലാനറ്ററി പൊസിഷൻ, ഇപ്പം നക്ഷത്രം കൊണ്ട് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണേ? ചന്ദ്രന് മാത്രമല്ലേ നമ്മൾ അറിയണുള്ളൂ, അല്ലേ? ഈ ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള ദൂരം പോലും അറിയുന്നില്ലല്ലോ. അവർ കറുത്ത വാഹനാണോ വെളുത്ത വാഹനാണോ ജനിച്ചതെന്ന് പോലും നമ്മൾ അറിയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ പറയും? ഇതെല്ലാം നോക്കിയാൽ മാത്രമേ. അതെ, പ്ലാനറ്ററി പൊസിഷൻ, അതായത് നമ്മൾ ആ വ്യക്തി ജനിച്ച ദിവസത്തെ പ്ലാനറ്ററി പൊസിഷൻ പ്ലസ് ആ വ്യക്തി ഭൂമിയിലോട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വന്ന ടൈം, അതാണ് ബർത്ത് ടൈം. അതാണ് അവരുടെ അസെൻഡന്റ് അല്ലെങ്കിൽ ലഗ്നം. അതാണ് അവരുടെ പേഴ്സണാലിറ്റി, പേഴ്സൺസ് നാച്ചർ. ഈ പറഞ്ഞ പോലെ ഒന്നാം പാദം, രണ്ടാം പാദം, അതാണ് ഫസ്റ്റ് റെഫറൻസ് പോയിന്റ്. ലഗ്നാണ് ഫസ്റ്റ് റെഫറൻസ് പോയിന്റ്. ഇത് തൊട്ടിട്ടാണ് ഫസ്റ്റ് ഹൗസ്, സെക്കൻഡ് ഹൗസ്, തേർഡ് ഹൗസ്, അങ്ങനെ തുടങ്ങി 12th ഹൗസ് വരെ പോകുന്നത്. ഈ ഫസ്റ്റ് റെഫറൻസ് എന്ന് പറയുന്നത് അതാണ്. പക്ഷേ കോമൺ ജനറൽ പ്രഡിക്ഷൻസ്, വേദിക് ആസ്ട്രോളജിയിൽ നമ്മൾ കോമൺ ജനറൽ പ്രഡിക്ഷൻസ് കൊടുക്കുമല്ലോ, അതിനകത്ത് ഫസ്റ്റ് റെഫറൻസ് ആയിട്ട് മൂൺ സൈൻ ആണ് ഉപയോഗിക്കുന്നത്. അതാണ് നക്ഷത്രത്തിന് വരുന്ന പ്രയോറിറ്റി. ഇപ്പോൾ നമ്മൾ പറയുമ്പം 3 നാൾ, ആദ്യത്തെ അശ്വതി, ഭരണി, കാർത്തിക, അപ്പം അങ്ങനെയല്ലേ പറഞ്ഞു പോവുക? അത് 3 നാളെടുത്തിട്ട് ഒന്നാം പാദം, രണ്ടാം പാദം, അല്ലെങ്കിൽ അവർ അങ്ങനെയല്ല. അതായത് ഒരു രാശിയിൽ അത് 360 ഡിഗ്രി ആണല്ലോ ഉള്ളത്, ഭൂമിയുടെ ചുറ്റളവ് 360 ഡിഗ്രി. ഇതിനകത്ത് 30 ഡിഗ്രിയുള്ള 12 രാശികളും 9 നക്ഷത്രപാദങ്ങളും ഉണ്ട്. 9 നക്ഷത്രപാദങ്ങൾ, അതായത് 2 നക്ഷത്രങ്ങളും പിന്നെ 1/4 നക്ഷത്രം മാത്രമേ അവിടെ
നിർത്താൻ പറ്റുള്ളൂ. അതാണ് 9 നക്ഷത്രവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫലം പറയുമ്പോഴത്തേക്ക് ആ 3 നക്ഷത്രങ്ങൾ ചേർത്തിട്ടില്ല അല്ലല്ല, അതിന്റെ ഈ 2.25 നക്ഷത്രത്തിന്റെയാണ് ഒരു രാശിയിൽ പറയുമ്പോഴത്തേക്ക് അവർ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ അത് പറഞ്ഞു പോകുന്നുള്ളൂ. അത് അറ്റ് പ്രസന്റ് ഉള്ള കോമൺ ജനറൽ പ്രഡിക്ഷൻസ്, കറണ്ട് പ്ലാനറ്ററി പൊസിഷന്റെ ഫലമാണ് കൂടുതലും നമ്മൾ ജനറൽ പ്രഡിക്ഷൻസ് ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ശരിക്കും ഗുണം വരാറുണ്ടോ? അത് ഉണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ നമ്മളൊരു റോഡ് സൈഡാണെങ്കിൽ ഒരു വണ്ടി വളരെ സ്പീഡിൽ ഓടിപ്പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് വരുമായിരിക്കും ഇല്ലേ. അതുപോലെ എന്നാൽ ഒരു വർഷം 1.5 വർഷം അല്ലെങ്കിൽ 2.5 വർഷം ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ വന്ന് നിൽക്കുകയാണ്. ആളിനെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഗുണവും ദോഷവും ഉണ്ടാവാം ഇല്ലേ. അതുപോലെയാണ് സ്ലോ മൂവിങ് പ്ലാനറ്റ്സ്. അതായത് നമ്മളെ കൂടെ ഇപ്പോൾ വ്യാഴാണെങ്കിൽ 11 മാസം, ശനിയാണെങ്കിൽ 2.5 വർഷമൊക്കെയാണ് ഈ 2 പ്ലാനറ്റ്സിനെ. അതുപോലെ രാഹുകേതു 18 മാസം. അപ്പോൾ ഈ രാഹുകേതുക്കൾ ഈ സ്ലോ മൂവിങ് പ്ലാനറ്റ്സിനെ വെച്ച് മാത്രമാണ് കൂടുതലും ജനറൽ പ്രഡിക്ഷൻസ്. ഇപ്പം രാശി ഏത് വ്യാഴമാറ്റം, ശനി മാറ്റം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കില്ലേ, രാഹുകേതു മാറ്റം. അത് ഈ 4 പ്ലാനറ്റ്സിന് മാത്രം ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാര്യം ബാക്കി എല്ലാ ഗ്രഹങ്ങളും വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന പ്ലാനറ്റ്സ് അല്ലേ. ടൈം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നും. അത് മാത്രമല്ല ഈ വ്യാഴം എന്ന് പറയുന്ന സർവേശ്വരകാരകനാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഗ്രഹമാണ്. അത് എത്രത്തോളം പോസിറ്റീവാണ് നെഗറ്റീവ് ആണെന്ന് ഉള്ളത് ഇപ്പോൾ കറണ്ട് പ്ലാനറ്ററി പൊസിഷനിൽ അതിൻ്റെ സ്ഥിതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ശനിയുടെ കറണ്ട് പ്ലാനറ്ററി പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇപ്പോൾ 7 ശനി, കണ്ടക ശനി, അഷ്ടമ ശനി എന്ന് പറയില്ലേ, അത് കറണ്ട് പ്ലാനറ്ററി പൊസിഷൻ ചന്ദ്രനുമായിട്ടുള്ള കണക്ഷൻസ് ആണ് പറയുന്നത്.